മധുര സ്വപ്പ കുറവുണ്ടാ കുറവാ ഇത്രയും കുടിച്ചാ മതി. ഞാൻ ഇട്ടരൂല്ല, അമ്മയാണ് ഇട്ടരൂല്ല. വേണ്ട ഷുഗർ കൂടി കിടക്കല്ലേ. എത്ര ചായ കുടിക്കും ഒരു ദിവസം? ഓരോ ഗ്ലാസ്സിന് ഓരോ സ്പൂൺ വെച്ച് ഇട്ടാ തന്നെ ഒരു ദിവസം എത്ര ഉള്ളി പോകുന്നറിയോ പഞ്ചസാര? ചത്തുവോ മനുഷ്യ? ശരി ശരി ഇത് മതി ഇത് മതി. പക്ഷെ ഈ പെണ്ണ് എവിടെ പോയി കിടക്കണു? റിങ്കി എണിച്ചില്ലേ? അവൾ എണിച്ച്, 2 എണിച്ച്. ഞാൻ 2 അടുത്തൊരു പണി ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീടിന്റെ മുറ്റമൊക്കെ പുല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറിച്ചെടുക്കാനായിട്ട്. പറയേണ്ട താമസം പിങ്കി മുങ്ങി. ഞാൻ കണ്ട് രാമന്റെ കൂടെ പോണുണ്ടോ? എന്തെങ്കിലും ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും എത്ര വിദഗ്ധമായി രക്ഷപ്പെടാം എന്നുള്ളത് എന്റെ മോളെ കണ്ടുപിടിക്കണം. അതിബുദ്ധിയാണ് ആ കാര്യത്തിൽ. എല്ലാ കാര്യത്തിനും നല്ല കാര്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാലേ നന്നായി പോവില്ല, അതുകൊണ്ട് ഉപയോഗിക്കൂല. നന്നായി പോകുന്നു. നിങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞോണ്ടിരുന്നേ, 2 മക്കളുടെയും കാര്യം. ഞങ്ങളുടെ എന്ത് കാര്യം? പണി പറഞ്ഞിട്ട് ചെയ്താ? ഓ മറ്റേ പുല്ല് പറിക്കാനല്ലേ? ചെയ്താ? അവളില്ലല്ലോ, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ ശരിയല്ലല്ലോ. മൊത്തം നിന്റെ അടുത്തല്ലല്ലോ ചെയ്യാൻ പറഞ്ഞ. അവള് പകുതി നീ പകുതി എന്നല്ലേ, അപ്പൊ നിന്റെ പകുതി നീ ഫിനിഷ് ചെയ്യ്. അത് വേണ്ട, അവസാനം അവള് വന്നിട്ട് അമ്മ എന്ത് പറയുന്നറിയോ? നിങ്ങൾ രണ്ടുപേരും പാതി പാതി ചെയ്യാം. അപ്പൊ കൂടുതൽ പണി ആരായിരിക്കും എടുക്കുന്നത്? ഞാൻ. അപ്പൊ അവള് എന്ത് പറയാം മാമ? മക്കളെ, ഇവരെ കൊണ്ട് പുല്ല് പറിക്കുന്ന കാര്യമൊന്നും നടക്കൂല. ഞാൻ ഒരു കാര്യം പറയാം. മറ്റേ ആ കണ്ണാപ്പി പയ്യനില്ലേ, അവനെ വിളിച്ച് പള്ളിയിൽ നിന്ന് കൊടുത്താൽ മതി, പുല്ല് പറിച്ചു. മോശമല്ലേ മാമ അവനെ കൊണ്ട് പുല്ല് പറിക്കാൻ പറയണത്? അത് മോശമൊന്നുമില്ല, എൻ്റെ കൊടുക്കണ അത്രയേ ഉള്ളൂ. നല്ല ഐഡിയ ആണ് അമ്മ, അത് മതി. പോക്കറ്റ് മണി കിട്ടുമെന്ന് ഞാൻ ചെക്കൻ ചെയ്യുമായിരിക്കും. പിന്നെ നിന്നെയൊക്കെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാത്തോണ്ട് എനിക്ക് അവസാനം ആ ചെക്കൻ്റെ അടുത്ത് പറയേണ്ടി വരുന്നത്. അവന്റെ നമ്പരുണ്ടോ? ഇല്ല, എൻ്റെ ഇല്ല, പിങ്കിരയിലുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, പിങ്കിയെ വിളിച്ചോ, പറ കണ്ണാപ്പി ഇവിടെ വരാൻ പറ. ഹലോ പിങ്കി, ഞാൻ എന്റെ വീട്ടിൽ എത്തി. നീ എവിടെ? അതെന്തോന്ന് പിങ്കി, നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പിങ്കി ഞാൻ വന്നത്? ശരി, ഞാൻ വയ്ക്കണം. നീ എന്താടാ ഈ വീട്ടിൽ കാര്യം? ഞാൻ പിങ്കി അറിഞ്ഞിട്ട് വന്നേ. ആരെ? പിങ്കി. അതിന് പിങ്കി വീടില്ലല്ലോ. അവളിവിടെ എന്തൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നേ. നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് ഈ വീട്ടിൽ കയറി വരരുത്. എടാ, 2 പെൺപിള്ളേരുള്ള വീടായത് പറഞ്ഞിട്ടുണ്ടോ നിന്റെ അടുത്ത്? ഞാൻ അനാവശ്യമായിട്ട് വന്നില്ല, പിങ്കി അറിഞ്ഞിട്ടുണ്ട്. എന്തിന്? ജോലി എന്തോ ആണ്ടേ കാരണക്കുറ്റി നോക്കിയാൽ അഴിയടിച്ചാല് നീ നിലത്ത് കിടക്കും. കണ്ടോടാ, നിങ്ങളെന്തൊരു അടിമാലി ഫാമിലിയാ? ആ ചാപ്പാട് രാമൻ എന്നെ കണ്ടെത്തി തന്നെ എപ്പ കണ്ടാലും അടിക്കണ. ഇപ്പൊ ഓരോ മാരണങ്ങൾ കയറി വന്നിരിക്കണം. എന്തോന്ന് മാരണങ്ങള് വന്നിരിക്കണം? കേറി വന്നേക്കുന്നു. അയ്യോ, ചവിട്ടി കൊന്നുകളയും നിന്നെ ഞാൻ പറഞ്ഞു കേട്ടില്ല. മാരണങ്ങളോടാ എന്റെ വീട്ടിൽ വന്ന് എന്നെ മാരണമെന്ന് വിളിക്കുന്നു. ഇതെങ്ങടാ ചവിട്ടി ഞാൻ? ഇതെങ്ങടാ എഴുന്നേക്കാൻ? വേലയൊന്നും കാണിക്കണ്ട, എഴുന്നേക്ക്. എടാ, നേരത്തെ ഇതുപോലെ ബോധം കെട്ട് കിടന്നിട്ട് നീ ഓടിപ്പോയ കഥയൊക്കെ എനിക്കറിയാം. എന്റെ മുമ്പിലാ നീ ആ വേല കാണിച്ചത്. എഴുന്നേക്കാൻ ഞാൻ 5 വരെ എണ്ണും. അതിനെ എഴുന്നേക്കാൻ 1, 2, 3, 4, 5. ജയിലാവൂ.
മോനെ മക്കളെ ഇങ്ങോട്ട് നോക്കിയ മക്കളെ ഇതാ നീ ഓ എന്തായി? അവളെ വിളിച്ച് ഏ, അവളെടുത്ത്, പക്ഷെ അവനെ വിളിച്ചു നോക്കിയപ്പോ കിട്ടണില്ല. അയ്യോ, അത് തന്നെ അവനെ കാണാത്തത്. എന്തിനായി ഇത് ഇന്നായിട്ട് ഊരി എടുക്കോ? ഊരെ എടുക്കില്ല, അത് തുരുമ്പ് കയറിപ്പോയി. എന്താടാ എന്തോ അമ്മ? എന്ത് ഒരുമാതിരി പേരത്ത് കുളിച്ചിരിക്കുന്ന എന്ത് കാര്യം പറ? ഒരു അബദ്ധം പറ്റി മാമ. അവത്തോ? നിനക്ക് അവത്തല്ലേ പറ്റാറുള്ളൂ, പറ കാര്യം പറ. എന്തോന്ന്? ഞാന് കട വരെ പോയായിരുന്നു. ആ ആ, ആ. അപ്പൊ കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ബാലൻസ് വാങ്ങിക്കാൻ വിട്ടുപോയി. ഓ, ആ, എത്ര രൂപ? ഇത്രയുള്ള എത്ര രൂപയുണ്ട്? 1 രൂപയാ? 17. 17 രൂപ. അതൊക്കെ നാളെ വാങ്ങിക്കാണ്ടിരുന്നു. ഇതിനാണോ മാമ ഓടി പഠിച്ചു വന്നത്? ശ്ശേ. നോക്ക് വേർത്ത് കുളിച്ച്. ആ, അത് ഞാന് വരുന്ന വഴി ഇച്ചിരി എക്സസൈസ് ചെയ്തായിരുന്നു. ഓഹോ, ശ്ശേ, അത് നന്നായി. വയറ് പറയും. നീ എന്തിനാ ഈ അനാവശ്യ സ്ഥലത്തൊക്കെ ഇരിക്കുന്നത്? അല്ല പിന്നെ മാമനെ ഭയങ്കര ദാഹം, ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ പെട്ടെന്ന്? എടുത്തുകൂടെ. ഇപ്പൊ കൊണ്ടുവരാം. അത് മാമ, ഞാനൊരു കള്ളം പറഞ്ഞതാ. എനിക്ക് മനസ്സിലാക്കി. അവിടെ ഇരുന്നുകൊണ്ട് കളത്താൻ പറഞ്ഞത്. പറ. ഞാനൊരുത്തനെ തട്ടി. ആരാ? ആരെയാടാ? അതായത് ഇവിടെ വരുന്ന ഒരു ചെറുക്കനില്ലയോ, എന്തോ അത് കണ്ടാപ്പിയോ, കണ്ണാപ്പി. അവനിങ്ങനെ വീട്ടിലോട്ട് കയറി വരാൻ നേരം എന്തിനാടാ വന്നതെന്ന് ചോദിച്ചു. അവനൊരു ധിക്കാരം പറഞ്ഞ് ഞാൻ കൈ നൂത്ത് അവന്റെ കർണക്കുറ്റിക്കൊണ്ട് കൊടുത്തു. അവൻ താഴെ പറഞ്ഞു വീണ്. ഞാൻ നോക്കിയപ്പോ ബോധവും പോയി, ശ്വാസവും കിട്ടില്ല. മഹാഭാവി, ചത്തടാ. ചത്തുപോയെന്നാ തോന്നുന്നു. നീ എന്തിന് അവിടെ ഉണ്ടാ? ഞാൻ പിന്നെ കുറച്ച് ഓലമടല് അവന്റെ പുറത്തിട്ട് മറച്ചിട്ടുണ്ട്. അയ്യോ, ഇത് എന്തിന് കാണിച്ചത്? ഒന്നും പറയാ. എനിക്ക് ഭൂരി വിവരമില്ല. എന്തിന് കൈ കിട്ടിയ ഉടനെ അടി. എനിക്ക് വയ്യ. ഇനിയിപ്പൊ എന്തിനാകുമോ?